ഹലോ എവരി വൺ. ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നലെ വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. നമുക്കപ്പോൾ ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്ക് സൈൻസ് MOU വിത്ത് സ്വിച്ച് ഓൺ ഫോർ സോളാർ പമ്പ് ഫിനാൻസിങ്. അപ്പോൾ സോളാർ പമ്പ് ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്വിച്ച് ഓൺ എന്ന് പറയുന്ന കമ്പനിയായിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വിച്ച് ഓൺ ഫൗണ്ടേഷൻ, എ വെസ്റ്റ് ബംഗാൾ ബേസ്ഡ് നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഹാസ് പാർട്ട്നേർഡ് വിത്ത് പഞ്ചാബ് നാഷണൽ ബാങ്ക് to facilitate solar pump financing for small and marginal farmers. Under the partnership, Switch On Foundation shall set up a first loss default guarantee fund through which Punjab National Bank will be financing solar pumps. അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു സ്വിച്ച് ഓൺ ആയിട്ട്. അത് സോളാർ പമ്പ് ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ടാണ്, സോളാർ പമ്പ്സിൻ്റെ ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ന്യൂസ് ആയതുകൊണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് GK നമുക്ക് നോക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഫൗണ്ട് ചെയ്തത് 19 May 1894 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. CEO ഓഫ് പഞ്ചാബ് നാഷണൽ ബാങ്ക് SS മല്ലികാർജുന റാവു ആണ്. പിന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ടാഗ് ലൈനാണ് ദ നെയിം യു ക്യാൻ ബാങ്ക് അപ്പോൺ. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. ക്യാബിനറ്റ് അപ്രൂവ്സ് agreement between CCI, Competition Commission of India, and Brazil's Administrative Council for Economic Defense. അപ്പോൾ ബ്രസീലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിൽ ഫോർ എക്കണോമിക് ഡിഫൻസും അതേപോലെ ഇന്ത്യയുടെ CCI, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു എന്നാണ് എഗ്രിമെൻറ്റ് അപ്രൂവ് ചെയ്തു എന്നാണ് യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The Union Cabinet approved the signing of a pact between Fair Trade Regulator CCI and Administrative Council for Economic Defense of Brazil. As per the Competition Act 2002, the Competition Commission of India can enter into any memorandum of understanding or arrangement with any agency of any foreign country for discharging its duties or performing its functions under the Act. അപ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കുറച്ച് സ്റ്റാറ്റിക് GK നോക്കാം. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്തത് 14 October 2003 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ചെയർപേഴ്സൺ അശോക് കുമാർ ഗുപ്തയാണ്. ഇനി അടുത്ത ന്യൂസ്, ഇൻ്റർനാഷണൽ മദർ എർത്ത് ഡേ ഒബ്സർവ് ചെയ്യുന്നത് April 22 ആണ്. അപ്പോൾ എർത്ത് ഡേ തന്നെയാണ്. എർത്ത് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ April 22 എവറി ഇയർ ആൻഡ് ഡെഡിക്കേറ്റഡ് ടു മദർ എർത്ത്. The theme of Earth Day 2021 is Restore Our Earth, and it focuses on natural process and emerging green technologies that can restore the world's ecosystems. Earth Day is observed on 22 April since 1970. 1970 മുതൽ ഈ ഡേ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയതാണ്. In 1990, Earth Day became an environmental movement. 1990 അതൊരു എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റായി മാറുകയും ചെയ്തു. അപ്പോൾ എർത്ത് ഡേ April 22 അടുത്ത ന്യൂസ്, മിഗ്വൽ ഡയാസ് കാനൽ ബിക്കംസ് ഫസ്റ്റ് നോൺ കാസ്ട്രോ ക്യൂബൻ ലീഡർ ഇൻ 6 decades. അപ്പോൾ നോൺ കാസ്ട്രോ ക്യൂബൻ ലീഡറായിട്ട് മിഗ്വൽ ഡയാസ് ഫസ്റ്റ് നോൺ കാസ്ട്രോ ക്യൂബൻ ലീഡറായി ഈ 6 decade. The Central Committee of the Communist Party of Cuba formally chose Miguel Diaz-Canel to succeed President Raul Castro. Raul Castro appointed Miguel Diaz-Canel vice president in 2012 after he took over for Fidel Castro, who died in 2016. Thomas Estrada Palma was the first president of Cuba. ക്യൂബയുടെ ഫസ്റ്റ് പ്രസിഡൻ്റാണ് തോമസ് എസ്ട്രാഡ പാമ. ക്യൂബയുടെ കുറച്ച് ഫാക്ട്സ് നോക്കാം. ക്യൂബയുടെ ക്യാപിറ്റൽ ഹവാനയാണ്, കറൻസി പെസോ ആണ്. പ്രസിഡൻറ്റിൻ്റെ പേര്, ക്യൂബൻ പ്രസിഡൻറ്റിൻ്റെ പേരാണ് മിഗ്വൽ ഡയാസ് കാനൽ. അടുത്ത ന്യൂസ്, JK റൗളിംഗ് ചിൽഡ്രൻസ് സ്റ്റോറി ദ ക്രിസ്മസ് പീക്ക് ടു ബി റിലീസ്ഡ് ഓൺ October 12. അപ്പോൾ JK റൗളിങ്ങിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഹാരി പോട്ടറൊക്കെ എഴുതിയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ളൊരു റൈറ്ററാണ്. JK റൗളിങ്ങിൻ്റെ പുതിയ സ്റ്റോറി, അതായത് ദ ക്രിസ്മസ് പിഗ് എന്ന് പറയുന്ന ബുക്ക് റിലീസാവുന്നത് October 12. ഓതർ JK റൗളിംഗ് അനൗൺസ്ഡ് ദാറ്റ് ഹെർ ലേറ്റസ്റ്റ് ചിൽഡ്രൻസ് ബുക്ക് ഈസ് ടൈറ്റിൽഡ് ദ ക്രിസ്മസ് പിഗ്. റൗളിംഗ് സെഡ് ദ സ്റ്റോറി ഈസ് അബൌട്ട് എ ബോയ് നെയ്മഡ് ജാക്ക് ആൻഡ് ഹിസ് ടോയ് ഡോർ പിഗ് who goes missing on Christmas Eve. The Christmas Pig is Rowling's first children's novel since Harry Potter. ഹാരി പോട്ടറിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ചിൽഡ്രൻസ് സ്റ്റോറി എഴുതുന്നത് JK റൗളിംഗ്. അപ്പോൾ അടുത്ത ന്യൂസ്, തമിഴ്നാടുസ് അർജുൻ കല്യാൺ ബിക്കം 68th ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് കേട്ടാൽ നമുക്കറിയാം ചെസ് റിലേറ്റഡ് ന്യൂസാണ്. അപ്പോൾ തമിഴ്നാട്ടിലത്തെ അർജുൻ കല്യാണാണ് ഫസ്റ്റ് 68th ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററായി മാറിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാട് ടീനേജർ
Arjun Kalyan became India's 68th chess grandmaster when he crossed 2500 yellow mark after beating Dragan Kosik in the 5th round of GM Grandmaster Round Robin Ruja Zor 3 in Serbia. Vishwanathan Anand became the country's first grandmaster in 1988. അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ 1988 വിശ്വനാഥൻ ആനന്ദാണ്. ദ വേൾഡ് ചെസ് ഫെഡറേഷൻ നോൺ ആസ് FIDE അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, വേൾഡ് ചെസ് ഫെഡറേഷൻ അതായത് FIDEയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ലൂസൺ, സ്വിറ്റ്സർലാൻഡിലാണ്. അപ്പോൾ തമിഴ്നാട്ടിലത്തെ ന്യൂസ് ആയതുകൊണ്ട് അർജുൻ കല്യാൺ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലത്തെ നമുക്ക് കുറച്ച് തമിഴ്നാടിൻ്റെ ഫാക്ട്സ് നോക്കാം. അതായത് സ്റ്റാറ്റിക് GK. തമിഴ്നാടിൻ്റെ ക്യാപിറ്റൽ ചെന്നൈയാണ്. ചീഫ് മിനിസ്റ്റർ എടപ്പാടി K പളനിസ്വാമിയാണ്. ഗവർണർ ബൻവറിലാൽ പുരോഹിതാണ്. പിന്നെ അവിടുത്തെ നാഷണൽ പാർക്സിൻ്റെ പേരാണ് മുതുമലൈ നാഷണൽ പാർക്ക്, മുകുർത്തി നാഷണൽ പാർക്ക്, അണ്ണാമലൈ നാഷണൽ പാർക്ക്, ഗിണ്ടി നാഷണൽ പാർക്ക്, ഗൾഫ് ഓഫ് മന്നാർ മറൈൻ നാഷണൽ പാർക്ക്. ഇതൊക്കെ തമിഴ്നാട്ടിലുള്ള നാഷണൽ പാർക്സ് ആണ്. പിന്നെ കളക്കാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, വള്ളനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, വിരളിമലൈ വൈൽഡ് ലൈഫ് സാങ്ച്വറി, വേദാന്തങ്കൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ശ്രീവില്ലിപുത്തൂർ ഗ്രിസൽഡ് സ്ക്വിറൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതൊക്കെ തമിഴ്നാട്ടിലുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറികളാണ്. പിന്നെ ബൃഹദീശ്വര ടെമ്പിൾ, മീനാക്ഷി അമ്മൻ ടെമ്പിൾ, കാമാക്ഷി അമ്മൻ ടെമ്പിൾ, ഇതൊക്കെ തമിഴ്നാട്ടിലുള്ള ടെമ്പിൾസ് ആണ്. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾസ് ആണ് ഇതൊക്കെ. പിന്നെ കുണ്ടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് തമിഴ്നാട്ടിലാണുള്ളത്. മദ്രാസ് അറ്റോമിക് പവർ പ്ലാന്റും തമിഴ്നാട്ടിലാണുള്ളത്. അപ്പോൾ അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് ബാങ്കിൻ്റെ IFC എന്ന് പറയുന്നത് ടു മേക്ക് എ ഡെപ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് $150 million ഇൻ ബജാജ് ഫിനാൻസ്. ബജാജ് ഫിനാൻസിൽ $150 million ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനാണ് IFCയുടെ ഫുൾ ഫോം. അപ്പോൾ വേൾഡ് ബാങ്ക്സ് ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ വിൽ മേക്ക് എ ഡെപ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് $150 million, about 1,132 crore rupees in a non-bank ledger Bajaj Finance Limited. The 5-year loan is essentially to support micro, small and medium enterprises loans. MSME ലോൺസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ്റെ കുറച്ച് ഫാക്ട്സ് നോക്കാം. അത് ഫൗണ്ടഡ് ഓൺ 20th July 1956 20th July 1956 IFC ഫോം ചെയ്തത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിങ്ടൺ DC യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. അതിലിപ്പോൾ ടോട്ടൽ 184 മെമ്പർ കൺട്രീസ് ആണുള്ളത്. അതിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻറ്റ് ആൻഡ് CEO മക്താർ ഡിയോപ്പാണ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻറ്റ് ആൻഡ് CEO. അടുത്ത ന്യൂസ്, ഫസ്റ്റ് റാൻഡ് ബാങ്ക്, സൗത്ത് ആഫ്രിക്കാസ് സെക്കൻഡ് ലാർജസ്റ്റ് ബാങ്ക് ടു എക്സിറ്റ് ഇന്ത്യ ആഫ്റ്റർ 12 years. അപ്പോൾ ഈയിടെ ഇന്ത്യയിൽ നിന്ന് എക്സിറ്റ് ആയ വേറൊരു ബാങ്ക് കൂടി ഉണ്ട്, സിറ്റി ബാങ്ക് ആണത്. അപ്പോൾ ഇത് വേറൊരു ബാങ്കാണ്, ഫസ്റ്റ് റാൻഡ് ബാങ്ക്. അത് സൗത്ത് ആഫ്രിക്ക ബേസ് ആയിട്ടുള്ള ബാങ്കാണ്. സെക്കൻഡ് ലാർജസ്റ്റ് ബാങ്ക് ടു എക്സിറ്റ് ഇന്ത്യ ആഫ്റ്റർ 12 years. 12 വർഷം സർവീസ് ചെയ്തതിന് ശേഷം ഇന്ത്യയിൽ നിന്ന് പോവുകയാണ് ആ ബാങ്ക്. അപ്പോൾ ഫസ്റ്റ് റാൻഡ് ബാങ്ക്, സൗത്ത് ആഫ്രിക്ക സെക്കൻഡ് ലാർജസ്റ്റ് ബാങ്ക് വിത്ത് $118 billion in assets is the latest foreign bank to completely exit India, ending almost 12 years of trying to build a local franchise in the country. The bank's net NPAs had risen to 5.18% of loans in fiscal ended March 2019 from next to nothing in March 2018. അപ്പോൾ ഫസ്റ്റ് റാൻഡ് ബാങ്ക് എന്നാണ് പേര് ബാങ്കിൻ്റെ. അത് സൗത്ത് ആഫ്രിക്കയിലത്തെ ബാങ്കാണ്. ഇന്ത്യയിൽ അതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട്. അതൊക്കെ ഷട്ട് ഡൗൺ ചെയ്യാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് റാൻഡ് ബാങ്കിൻ്റെ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. അത് ഫൗണ്ടഡ് ഓൺ 1998. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജോഹനാസ്ബർഗ്, സൗത്ത് ആഫ്രിക്കയാണ്. ജോഹനാസ്ബർഗിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അതിൻ്റെ CEO, ഫസ്റ്റ് റാൻഡ് ബാങ്കിൻ്റെ CEO ആണ് അലൻ പുള്ളിങ്കർ ആണ് ഫസ്റ്റ് റാൻഡ് ബാങ്കിൻ്റെ CEO. അടുത്ത ന്യൂസ്, വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ്, ഇന്ത്യ റീറ്റെയിൻസ് 142 ഓഫ് 180 സ്പോട്ട്. അപ്പം 180-ൽ 142ാമത്തെ സ്പോട്ട് ഇന്ത്യ റീറ്റെയിൻ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഹാസ് നോട്ട് സ്ലിപ്ഡ് ഫർദർ ഓൺ ദ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2021 പബ്ലിഷ്ഡ് ബൈ ദ ഇൻ്റർനാഷണൽ ജേർണലിസം നോട്ട് ഫോർ പ്രോഫിറ്റ് ബോഡി റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡർ. പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 142 ആണ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ. അപ്പോൾ ദ ലേറ്റസ്റ്റ് ഇൻഡെക്സ് റിലീസ്ഡ് റാങ്ക്സ് ഓഫ് 180 കൺട്രീസ് ടോപ്ഡ് എറ്റ് അഗെയിൻ ബൈ നോർവേ ആണ് ടോപ്പ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നോർവേ തന്നെയാണ് ടോപ്പ് ചെയ്തത്. ഫിൻലാൻഡ്, ഡെൻമാർക്കുമാണ് സെക്കൻഡും തേർഡും പൊസിഷൻ. വൈൽ എറിട്രിയാണ് ഏറ്റവും ബോട്ടം പൊസിഷൻ. ഇപ്പോൾ സൗത്ത് ഏഷ്യൻ നെയ്ബർഹുഡിൽ നേപ്പാളും കൂടി ഉണ്ട്. 106ാമത്തെ പൊസിഷനാണ് നേപ്പാളിൻ്റെ ഈ ഇൻഡെക്സിൽ, അതായത് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ. അടുത്ത ന്യൂസ്, പ്രൊജക്ട് ലൂണ 25, റഷ്യ പ്ലാൻസ് ടു റിട്ടേൺ ടു ദ മൂൺ ലേറ്റർ ദിസ് ഇയർ.
അപ്പോൾ ലൂണ 25 ഓൾസോ ഡെസിഗ്നേറ്റഡ് ദ ലൂണ ഗ്ലോബ് ലാൻഡർ ഈസ് എ റഷ്യൻ ലൂണാർ ലാൻഡർ മിഷൻ പ്ലാൻഡ് ഫോർ ലോഞ്ച് ഇൻ ഒക്ടോബർ 2021. അപ്പോൾ മൂണിൽ ലാൻഡ് ചെയ്യുന്നത് ഒക്ടോബർ 2021 റഷ്യ പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്രൊജക്റ്റ് ലൂണ പ്രകാരം. പ്രൊജക്റ്റ് ലൂണ 25 ആണ് അതിൻ്റെ പേര്. അപ്പോൾ റഷ്യ പ്ലാൻ ചെയ്തത് മൂണിൽ ഒക്ടോബർ 2021 ലാൻഡ് ചെയ്യണം എന്നാണ്. It is targeted to the south polar region of the moon. There are two primary scientific objectives of the mission: to study composition of the polar regolith and to study the plasma and dust components of the lunar polar exosphere. അപ്പോൾ ദ ലാസ്റ്റ് സ്പേസ് ക്രാഫ്റ്റ് കഴിഞ്ഞ സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേരാണ് ലൂണ 24 ആണ്. അത് ലോഞ്ച് ചെയ്തത് 1976 സോവിയറ്റ് യൂണിയനാണ് അത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ റഷ്യയുടെ ലൂണ 25 ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ 2021. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. സ്റ്റാറ്റിക് GK കൂടി ഞാൻ ഇതിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ ന്യൂസും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റിക് GK ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അഥവാ വല്ല ന്യൂസും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സിൽ വരുന്ന ക്ലാസ്സുകളിൽ അത് കവർ ചെയ്യുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ ഞാൻ മിസ് ചെയ്യില്ല. അപ്പോൾ അത് നാളത്തെ ക്ലാസ്സിലോ അങ്ങനെ ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. So thank you everyone. Thank you.